ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു ഉടുപ്പാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്കെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ നാലാക്കിയിട്ട് നടക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 15 എടുത്തിട്ടുള്ളത്. 15.5. കഴുത്തിൻ്റെ ഭാഗം നമ്മൾ വെട്ടേണ്ട ആവശ്യമില്ല, ആ ടോപ്പാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു 1.5 മതി. ചെറിയ ഇതാണ് അടിക്കുന്നത്, കുഞ്ഞുടുപ്പാണ് അടിക്കുന്നത്. കഴുത്തിൻ്റെത് 2, 3 എടുക്കട്ടെ, കൈക്കുഴി 3 എടുക്കാൻ പറ്റും. ഇവിടെ നിന്നൊരു 3 അടയാളപ്പെടുത്താം. വരയ്ക്കുക. കൈക്കുഴിയിലൊരു റൗണ്ട് ഷേപ്പിൽ ഇത് വെട്ടി മാറ്റണം. ഇതിൻ്റെ വീതി പറഞ്ഞില്ല, വീതി 5 ആണ്. വീതി 5, നീളം 15.5. ഇതിൻ്റെ ഇത് 2 എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തത് 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈക്കുഴി വെട്ടി മാറ്റാം. കൈക്കുഴി വെട്ടി മാറ്റി നമ്മൾ ഇത് 2 പീസാക്കിയിട്ടുണ്ടായില്ലേ, അപ്പോൾ അതൊന്നും ആക്കട്ടെ കേട്ടോ. നമ്മത് വെട്ടി മാറ്റിയിട്ടുണ്ട്. കണ്ട, ഇങ്ങനെയായി ടോപ്പ്. ഇത് നമുക്ക് കൈക്കുഴി ആദ്യം ഒന്ന് അടിക്കാം. കൈക്കുഴി അടിക്കുക. കൈക്കുഴിയുടെ ഷേപ്പിൽ നമ്മളൊരു തുണി വെട്ടി മാറ്റിയതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം അത് അപ്പുറത്തോട്ട് തന്നെ മടക്കിയടിക്കുക. നമ്മളിപ്പോൾ നല്ല പുറത്ത് വെച്ചിട്ടാണ് ഈ അടിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പൊട്ടപ്പുറത്തേക്ക് അത് തിരിച്ച് വെച്ച് എന്ത് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെയും കൈക്കുഴി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഏറ്റവും താഴത്തെ വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡ് നമ്മൾ ഒരുമിച്ച് മുകളിൽ കുറച്ചും കൂടി അടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സൈഡ് അടിക്കാനായിട്ട്. കൈക്കുഴി അടിച്ചു. ഇനി നമുക്ക് അടിക്കാം. ഇങ്ങനെ ആദ്യം ഒരു മടക്ക് അടിക്കുക, എന്നിട്ട് ഇങ്ങനെ അടിക്കുക. അപ്പം മുകളിൽ കൂടെ നമുക്കൊരു വള്ളി കയറ്റാവുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയടിക്കാനായിട്ട്. അതേ വലിപ്പത്തിലിട്ട് നമ്മൾ അടിക്കണം. അപ്പം നമുക്ക് 2 സൈഡും ഇതുപോലെ തന്നെ മുകൾ വശം നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ടൊരു വള്ളി, ജസ്റ്റ് ഒരു ചെറിയൊരു സൈഡ് അറ്റത്തായിട്ട് നമുക്ക് ചെറിയൊരു ഇതും കൊടുക്കാം കേട്ടോ. നമുക്ക് ആ നൂലൊന്നും പോരാതിരിക്കാനും കുറച്ച് ഭംഗിക്കും വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു ഇതും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വള്ളി എടുക്കുക. അതിന് ശേഷം 2 അറ്റത്തും ഇതുപോലത്തെ ഒന്ന് കോൺ ടൈപ്പിലൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം. പിന്നെ നമുക്ക് സൈഡ് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതായാലും അടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് ഏതായാലും അടിക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇത് രണ്ടും നല്ല വശങ്ങൾ രണ്ടും ഉള്ളിലോട്ട് ഇട്ടിട്ട് പുറക് വശം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ഇതുപോലെ പൊട്ടപ്പുറത്തിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മറച്ചിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ഒരു വള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നൊരു കുഞ്ഞു ഉടുപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണാമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള വള്ളി ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഒന്നൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.